എല്ലാവർക്കും നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന വാർത്ത നിങ്ങളേവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഈ വേളയിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനാവുന്നതിലുള്ള സന്തോഷവും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. IMFന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യം 3-4 വർഷം കൊണ്ട് തന്നെ ജർമ്മനിയെയും പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് കുതിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സ്ഥാനത്തേക്ക് എത്തുന്നതിന് ചെറിയ ചില വെല്ലുവിളികൾ മുൻപിലുണ്ടെങ്കിലും ഇന്ത്യ 3ാം സ്ഥാനത്തെത്തുമെന്ന് തന്നെയാണ് പല സാമ്പത്തിക വിദഗ്ധരുടെയും അഭിപ്രായം. ഈ കുതിപ്പിന് ഊർജം പകരുന്ന പ്രധാന മേഖലകളിൽ ഒന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖല. ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ കയറ്റുമതിയിൽ വരാനിരിക്കുന്ന കുതിച്ചുചാട്ടത്തിന് പിന്തുണയേകി രാജ്യത്തിന്റെ അത്യാധുനിക ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ 7 മികച്ച കമ്പനികളും അവയുടെ ഓഹരികളെയുമാണ് 2 എപ്പിസോഡുകളായി ചെയ്ത ഈ പരമ്പരയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 3 സ്റ്റോക്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ പരമ്പരയിലെ 2ാം എപ്പിസോഡായ ഈ വീഡിയോയിൽ ശേഷിക്കുന്ന 4 മികച്ച സ്റ്റോക്കുകളെയാണ് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. 7 സ്റ്റോക്കുകളുടെ ഈ ലിസ്റ്റിൽ 4ാമതായി ഗുഡ് ലക്ക് ഇന്ത്യയാണ്. എയ്റോസ്പേസ് പ്രതിരോധ വ്യവസായങ്ങൾക്കായി കൃത്യതയും ഉയർന്ന നിലവാരമുള്ളതുമായ വിവിധതരം ഘടകങ്ങൾ ഗുഡ് ലക്ക് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിക്കുന്നു. അതിൻ്റെ ഉൽപ്പന്ന നിരയിൽ എയ്റോസ്പേസ് ഘടകങ്ങൾ, പ്രതിരോധ ഗ്രേഡ് ഉപകരണങ്ങൾ, ഷാഫ്റ്റുകൾ, ഗിയർ റിങ്ങുകൾ, ഫ്ലാഞ്ചുകൾ പോലുള്ള നിരവധി ഫോർജ്ഡ് പാർട്ടുകൾ ഉൾപ്പെടുന്നു. വിശ്വസനീയവും കാര്യക്ഷമവുമായ റോക്കറ്റ് മോട്ടോറുകളുടെയും അസംബ്ലികളുടെയും നിർമ്മാണത്തിനായി ഗുഡ് ലക്ക് ഇന്ത്യ ബ്രഹ്മോസ് എയ്റോസ്പേസിന് ഫോർജ്ഡ് പാർട്ടുകൾ സപ്ലൈ ചെയ്യുന്നു. മെയ് 26, 2025 തിങ്കളാഴ്ചത്തെ ക്ലോസിംഗ് വിലയുടെ അടിസ്ഥാനത്തിൽ 901 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 1330 രൂപയും താഴ്ന്ന വില 568 രൂപയുമാണ്. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 2996 കോടിയാണ്. PE റേഷ്യോ 18.18ഉം ഇൻഡസ്ട്രി PE 33.23ഉമാണ്. ഓഹരിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ കാര്യമായ റിട്ടേൺ ഒന്നും നൽകിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിൽ 3057% ലാഭം കൊടുത്തുകൊണ്ട് ഈ ഓഹരി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. സ്മോൾ ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഓഹരി ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ബ്രഹ്മോസ് മിസൈലിന് ശക്തി പകരുന്ന കമ്പനികളുടെ പട്ടികയിൽ 5ാമതായി ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് ആണ്. ജിൻഡാൽ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് അഥവാ JDA എന്ന ഡിവിഷനിലൂടെ ഇന്ത്യൻ ഡിഫൻസ് എയ്റോസ്പേസ് മേഖലയിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ്സിന് ശക്തമായ സാന്നിധ്യമുണ്ട്. 2024 ഓഗസ്റ്റിൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് സ്റ്റീൽ ഷീറ്റുകളുടെയും പ്ലേറ്റുകളുടെയും ക്വാളിഫൈഡ് വെൻഡർ എന്ന നിലയിൽ ഔദ്യോഗികമായി അംഗീകരിച്ചു. കരാർ പ്രകാരം ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ സാങ്കേതിക ആവശ്യങ്ങൾക്കനുസൃതമായി ഹരിയാനയിലെ ഹിസാർ പ്ലാന്റിൽ നിന്ന് ഇഷ്ടാനുസൃതമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പെഷ്യാലിറ്റി ലോ അലോയ് സ്റ്റീൽ ഷീറ്റുകളും പ്ലേറ്റുകളും നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമെന്നാണ് ജിൻഡാൽ സ്റ്റെയിൻലെസ് അറിയിച്ചിരിക്കുന്നത്. ഹിസാറിലെ ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനെ ക്രൂയിസ് മിസൈലുകളുടെ വിതരണക്കാരനായി ഉൾപ്പെടുത്തുന്നതിന് ബ്രഹ്മോസ് നടത്തിയ കർശനമായ ഗുണനിലവാര യോഗ്യതാ ഓഡിറ്റിന് ശേഷമാണ് അംഗീകാരം ലഭിച്ചത്. മുൻപ് ഇന്ത്യയുടെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ, PSLV, GSLV, MK3 ആണവ അന്തർവാഹിനി മിസൈൽ സിസ്റ്റം എന്നിവയുൾപ്പെടെ DRDOയ്ക്കും ഇസ്രോയ്ക്കും കീഴിലുള്ള പദ്ധതികൾക്കായി ജിൻഡാൽ സ്റ്റെയിൻലെസ് മെറ്റീരിയലുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന മിസൈൽ പ്രോഗ്രാമുകളുടെ മെറ്റീരിയൽ ആവശ്യകതകൾ നിറവേറ്റാനും കമ്പനി പദ്ധതിയിടുന്നു. നിലവിൽ 658 രൂപയ്ക്കടുത്ത് വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 848 രൂപയും താഴ്ന്ന വില 496 രൂപയുമാണ്. ഈ സ്റ്റോക്ക് 2003 ലിസ്റ്റ് ചെയ്തത് മുതൽ 2020 വരെ എടുത്തു പറയാവുന്ന തരത്തിലുള്ള പ്രകടനമൊന്നും നടത്തിയിരുന്നില്ലെങ്കിലും 2020 ശേഷം സ്ഥിതി മാറി എന്ന് പറയാം. കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യവും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പ്രഖ്യാപനങ്ങളും ഈ സ്റ്റോക്കിന്റെ പ്രകടനത്തെയും മാറ്റിമറിച്ചതായി ചാർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ സ്റ്റോക്ക് 2337% ലാഭമാണ് നിക്ഷേപകർക്ക് കൊടുത്തത്.
ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 54,192 കോടിയാണ്. PE റേഷ്യോ 21.63 ഇൻഡസ്ട്രി PE 33.23 പട്ടികയിൽ 6ാമതായി നൈബ് ലിമിറ്റഡ് ആണ്. ബ്രഹ്മോസ് മിസൈൽ കാനിസ്റ്ററുകളുടെ നിർമ്മാണത്തിൽ കമ്പനി പങ്കാളിയാണ്. ഈ നൂതന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ വിന്യാസത്തിലും സംരക്ഷണത്തിലും ഇവ നിർണായക പങ്കുവഹിക്കുന്നു. കൂടാതെ ബ്രഹ്മോസ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന മൊബൈൽ വെപ്പൺ ലോഞ്ചറുകൾക്കായുള്ള സ്ട്രക്ചേഴ്സ്, അസംബ്ലികൾ, സബ് അസംബ്ലികൾ എന്നിവ നൈബ് നിർമ്മിക്കുന്നു. കമ്പനി പ്രധാനമായും പ്രിസിഷൻ വെപ്പൺസ്, സർവെയിലൻസ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്, സംരക്ഷണ വാഹനങ്ങൾ, വിവിധ ഡിഫൻസീവ് അല്ലെങ്കിൽ ഡിറ്ററൻറ്റ് സിസ്റ്റംസ്, കമ്പോണൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്തിടെ സ്പെയിനിലെ സായറിൽ ഇന്ത്യയുടെ ആദ്യത്തെ 16 മീറ്റർ VMC മെഷീൻ ഉപയോഗിച്ച് കമ്പനി വാണിജ്യ ഉൽപ്പാദനം ആരംഭിച്ചു. 2 ദിവസം മുൻപ് വന്ന മറ്റൊരു ശുഭവാർത്ത, നിർണായക പ്രതിരോധ സംവിധാനങ്ങളുടെ ഇന്ത്യൻ നിർമ്മാതാക്കളായ നൈബ് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഇസ്രായേലിലെ ഒരു മുൻനിര ടെക്നോളജി ബേസ്ഡ് കമ്പനിയിൽ നിന്ന് 17.52 ദശലക്ഷം $US വിലമതിക്കുന്ന ഒരു സുപ്രധാന കയറ്റുമതി പർച്ചേസ് ഓർഡർ നേടി എന്നാണ്. 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചറുകളുടെ നിർമ്മാണവും വിതരണവും ഈ ഓർഡറിൽ ഉൾപ്പെടുന്നു. ആഗോള വിപണിക്കായി ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്ന വളരെ നൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണിത്. യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ അതിൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നൂതനമായ ഒന്നാണ്. നിലവിൽ ആഗോളതലത്തിൽ ലഭ്യമായ മറ്റു ബദലുകളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഈ ഓർഡർ നൈബ് ലിമിറ്റഡിൻ്റെ അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ബിസിനസ് വിപുലീകരണത്തിൽ ഒരു പ്രധാന ചുവടുവയ്പ് മാത്രമല്ല, ആധുനിക യുദ്ധ സംവിധാനങ്ങളുടെ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് മെയ് 26 തിങ്കളാഴ്ച നൈബിൻ്റെ ഓഹരികൾ 5% കുതിച്ചു കയറി അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലിസ്റ്റ് ചെയ്ത നൈബ് ഇപ്പോൾ 1600 രൂപയ്ക്കടുത്താണ് ഉള്ളത്. ഈ ഓഹരിയുടെ ഇതുവരെയുള്ള ഉയർന്ന വില 1720 രൂപയും താഴ്ന്ന വില 761 രൂപയുമാണ്. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 2290 കോടിയാണ്. PE റേഷ്യോ 76.31 ഇൻഡസ്ട്രി PE 52.49 ഈ സ്റ്റോക്കിന്റെ റിസ്കുകളിൽ ആദ്യത്തേത് ഇത് അപകട സാധ്യത കൂടിയ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട കമ്പനിയാണെന്നതും മറ്റൊന്ന് മുൻകാല പ്രവർത്തനങ്ങളോ സാമ്പത്തിക പ്രകടനങ്ങളോ വിലയിരുത്തുന്നതിനായി വേണ്ടത്ര ഡേറ്റകൾ ലഭ്യമല്ല എന്നുള്ളതുമാണ്. പട്ടികയിൽ 7ാമത്തേതും അവസാനത്തേതുമായ സ്റ്റോക്ക് PTC ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. 60 വർഷത്തിലേറെയായി PTC ഇൻഡസ്ട്രീസ് ഉയർന്ന ഡിമാൻഡുള്ള പല ആപ്ലിക്കേഷനുകൾക്കുമായി പ്രീമിയം റേഞ്ചിലുള്ളതും വളരെ കൃത്യതയുള്ള ലോകഭാഗങ്ങളുടെ വിശ്വസനീയ വിതരണക്കാരനുമാണ്. അതിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ എയറോലോയ് ടെക്നോളജീസ് വഴി PTC ഇൻഡസ്ട്രീസ് ആഭ്യന്തര വിപണിയിലും കയറ്റുമതിയിലും ശ്രദ്ധയൂന്നുന്നു. കമ്പനി എയ്റോസ്പേസ് പ്രതിരോധ ആപ്ലിക്കേഷനുകൾക്കായി ടൈറ്റാനിയം സൂപ്പർ അലോയ് കാസ്റ്റിങ്ങുകളുടെ നിർമ്മാണവും വിതരണവും ആരംഭിച്ചു. ഉത്തർപ്രദേശ് പ്രതിരോധ വ്യവസായ ഇടനാഴിയുടെ ലക്നൗ പ്രദേശത്തുള്ള 50 ഏക്കർ സ്ഥലത്താണ് PTC ഇൻഡസ്ട്രീസിൻ്റെ പുതിയ അത്യാധുനിക ഉൽപ്പാദന യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ അടുത്തായി ഉദ്ഘാടനം ചെയ്ത ബ്രഹ്മോസ് ഫെസിലിറ്റിക്കടുത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ലക്നൌവിലെ പുതിയ ബ്രഹ്മോസ് ഫെസിലിറ്റിയുടെ വെർച്വൽ ഉദ്ഘാടന വേളയിൽ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് കമ്പനിയെ പരാമർശിച്ചതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ വലിയ ചലനമുണ്ടായി. മെയ് 26 ക്ലോസിംഗ് വിലയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 15,654 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 17,995 രൂപയും താഴ്ന്ന വില 7,680 രൂപയുമാണ്. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 23,447 കോടിയാണ്. PE റേഷ്യോ 458.35 ഇൻഡസ്ട്രി PE 35.8 നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഓഹരി വളരെ ഉയർന്ന മൂല്യത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോളാർ ഇൻഡസ്ട്രീസ് എന്ന ഓഹരിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഈ ഓഹരിയിലും ഒരു തിരുത്തലിനോ അല്ലെങ്കിൽ ബോണസ് സ്പ്ലിറ്റ് പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുകയോ ചെയ്യുന്നതാണ് ഉചിതം. ഇന്ത്യയുടെ സൂപ്പർ സെക്ടർ എന്നറിയപ്പെടുന്ന പ്രതിരോധ മേഖല ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കത്തോടെ
ബ്രഹ്മോസ് മിസൈൽ പോലുള്ള പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്നത് ഗണ്യമായ സാധ്യതകൾ നൽകുന്നു. കൂടാതെ വർദ്ധിച്ച കയറ്റുമതി അവസരങ്ങളും സർക്കാർ പിന്തുണയും ഈ കമ്പനികൾക്ക് ഗുണകരമാണ്. എന്നിരുന്നാലും ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ സ്റ്റോക്കുകൾ പഠനാവശ്യങ്ങൾക്ക് മാത്രമായി വിനിയോഗിക്കുക. ഇവ ഒരു തരത്തിലുമുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനുകളോ സ്റ്റോക്ക് ടിപ്പുകളോ അല്ല. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് വേണ്ടത്ര ജാഗ്രത പാലിക്കുകയും ഈ കമ്പനികളുടെ അടിസ്ഥാന കാര്യങ്ങൾ, കോർപ്പറേറ്റ് ഭരണം, മൂല്യനിർണ്ണയം, സാമ്പത്തിക ഫലങ്ങൾ എന്നിവ വിശദമായി ശ്രദ്ധാപൂർവം വിലയിരുത്തി മാത്രം തീരുമാനത്തിലെത്തുക. നിങ്ങൾ തരുന്ന എല്ലാ പിന്തുണയ്ക്കും സ്നേഹം. താങ്ക് യു ഓൾ.